ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം പരിശോധിക്കുമ്പോൾ അത് വെറും ഒരു വളർച്ചയുടെ കഥ മാത്രമല്ലെന്ന് നമുക്ക് മനസ്സിലാകും. തളരാതെ ഓരോ പ്രതിസന്ധിയിലും കൂടുതൽ ശക്തമായി തിരിച്ചു വന്ന ഒരു ജനതയുടെ കഥയാണത്. ലോകത്തിലെ മറ്റ് വികസിത രാജ്യങ്ങൾ ചെയ്തതുപോലെ കുറുക്കുവഴികളൊന്നും ഇന്ത്യക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഫലമാണ്. ഇന്ന് നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 1991 ഇന്ത്യ സാമ്പത്തികമായി ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു. നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വെറും 3 ആഴ്ചത്തെ ഇറക്കുമതിക്ക് മാത്രമേ തികയുമായിരുന്നുള്ളൂ. കടം വീട്ടാൻ പോലും വഴിയില്ലാതെ 67 ടൺ സ്വർണം വിദേശത്ത് പണയം വെക്കേണ്ടി വന്നു. അന്നത്തെ അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF പോലുള്ള സ്ഥാപനങ്ങൾ കടുത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചപ്പോൾ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യ തളർന്നില്ല. ആ പ്രതിസന്ധിയിൽ നിന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന കാലത്ത് ലൈസൻസ് രാജ്യം അവസാനിപ്പിച്ചും വ്യാപാര മേഖല ഉദാരവൽക്കരിച്ചും സ്വകാര്യവൽക്കരണത്തിന് വഴി തുറന്നും ചരിത്രപരമായ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത്. ഈ നീക്കങ്ങൾ ആധുനിക ഇന്ത്യയുടെ വളർച്ചയുടെ അടിസ്ഥാനമിട്ടു. ഒരു പ്രതിസന്ധി ഒരു രാജ്യത്തെ എത്രത്തോളം ശക്തമാക്കുമെന്ന് ലോകം കണ്ടത് അപ്പോഴാണ്. ഈ പരിഷ്കരണങ്ങളാണ് പിന്നീട് വന്ന സാമ്പത്തിക വളർച്ചയുടെ പ്രധാന പ്രേരക ശക്തി. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകമെമ്പാടും വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. അമേരിക്കയിലെയും യൂറോപ്പിലെയും സാമ്പത്തിക സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞു. പല രാജ്യങ്ങളുടെയും GDP വളർച്ച നെഗറ്റീവിലേക്ക് കൂപ്പുകുത്തി. ലോകം മുഴുവൻ നടുങ്ങിയപ്പോൾ ഇന്ത്യയെ ഇത് കാര്യമായി ബാധിച്ചില്ല. എന്തായിരുന്നു ഇതിന് പിന്നിലെ രഹസ്യം? ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു ആ രക്ഷാകവചം. ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിച്ചു. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായി പുതിയ കൂട്ടുകെട്ടുകൾ നമ്മൾ ഉണ്ടാക്കി. അതോടൊപ്പം ആഭ്യന്തര ഉൽപാദനത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ നിക്ഷേപങ്ങൾ നമ്മൾ നടത്തി. നമ്മുടെ ശക്തമായ ആഭ്യന്തര വിപണി സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജം നൽകി. ഈ പ്രതിസന്ധി ഇന്ത്യയെ പഠിപ്പിച്ചത് സമതുലിതമായ വളർച്ചയിലൂടെയും വിപണി വൈവിധ്യവൽക്കരണത്തിലൂടെയുമാണ് സാമ്പത്തിക പ്രതിരോധ ശേഷി കെട്ടിപ്പടുക്കാൻ കഴിയുക എന്നതാണ്. ഇപ്പോൾ 2025 ഇന്ത്യ മറ്റൊരു നിർണായക നിമിഷത്തെ അഭിമുഖീകരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനുള്ള അതൃപ്തിയിലാണ് ഈ നീക്കത്തിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്, സംശയമില്ല. മൂഡീസ് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ GDP വളർച്ചയിൽ 0.3% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. പ്രതിസന്ധികൾ ഇന്ത്യക്ക് വളരാനുള്ള അവസരങ്ങളാണ്. ഈ വെല്ലുവിളിയെയും അവസരമാക്കി മാറ്റാൻ ഇന്ത്യ തയ്യാറെടുത്തു കഴിഞ്ഞു. അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കയറ്റുമതിക്കാർ ഇതിനകം തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ആസിയൻ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും കാലഹരണപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി പോലുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നിലപാട് ശക്തമാക്കി. $650 ബില്യൺ വരുന്ന വിദേശ നാണ്യ കരുതൽ ശേഖരം, ലോകത്തിലെ ഏറ്റവും വലിയ യുവജനങ്ങളുടെ തൊഴിൽ ശക്തി, വികസ്വരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. 1991 നമ്മൾ തളർന്നില്ല. 2008 നമ്മൾ പരാജയപ്പെട്ടില്ല. ഇന്ന് 2025 നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം പ്രതിസന്ധികളെ വിജയഗാഥകളാക്കി മാറ്റാനുള്ള കഴിവ് ഇന്ത്യയുടെ ജനതയുടെ രക്തത്തിലുണ്ട്. ഈ പുതിയ വെല്ലുവിളി ഇന്ത്യയുടെ അടുത്ത വിജയഗാഥയുടെ തുടക്കമാകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.